Hello guys, welcome back to another episode of Minecraft Let's Play series. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് എന്ന് പറയല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ കുറെ കാലയിൽ കണ്ടിട്ട് അപ്പോൾ നമ്മളൊരു കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഒരു ബ്രേക്ക് എടുത്താണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാം ബിൽഡിങ്ങോ വേറൊരു കാര്യമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണുന്നുള്ള കുറെ കാലയിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇപ്പോഴും എന്റെ സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പനി പിടിച്ചിപ്പോ മാറിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അധികം പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം. വാട്സ് അപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു ആർ വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഫസ്റ്റിലെ ബേസ് ഗൈസ്. നമ്മളെ നമ്മളിവിടെ ഒരു സ്മോക്കർ സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ മറ്റേ ഫ്യൂവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളോട് ഒരു വീഡിയോയിൽ കാണിച്ചു. പിന്നെ ഇതേ ഗൈസ് ഇവിടെയാണ് നമ്മള് ഈ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ ഈ വേൾഡ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇവിടെ നിന്നാണ് നമ്മൾ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഗുഹ പോലെ ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മളെ ബിൽഡിന് ആവശ്യമായ മറ്റേ സ്റ്റോണും കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ പോർട്ടൽ ഇവിടെ ഉണ്ട്. ഇതിവിടുന്ന് മാറ്റണം ഗൈസ്. ഇതിവിടെ ഇരിക്കുന്നത് ഒരു ബോറാണ്. അത് അന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ അതിനായിട്ട് സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ നെതർ എക്സ്പ്ലോറിംഗ് ഒക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബേസിൻ്റെ ഉള്ളിൽ കയറി അടിഭാഗത്തൊന്നും ഒന്നുമില്ല ഗൈസ്, വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗൈസ് ഇതാണ് നമ്മളെ ചെസ്റ്റും ഒരു ചെറിയ സ്റ്റോറേജ് സിസ്റ്റം ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമ്മൾ കൂടുതൽ ഡെക്കറേഷനുകൾ കൊണ്ടുവരും. അപ്പോൾ ഇനി നമ്മൾ വേൾഡ് പഴയതുപോലെ അടിപൊളിയായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഇത്രയും കാലം ഇതുണ്ടായത്. പിന്നെ ഇവിടെ ബെഡൊക്കെ എയറിലേക്ക് നമ്മളെ ഫാമിംഗ് ഏരിയയുടെ അവിടെ നമ്മളോട് ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം. അൺലിമിറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ബോൺ മിൽ വേണം ഗൈസ്. അപ്പോൾ ബോൺ മിൽ ഉണ്ടാക്കാൻ ഒരു അൺലിമിറ്റഡ് ബോൺ മിൽ ഫാം ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ പിന്നെ ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബ്രേക്ക് ആയിട്ട് നമുക്ക് പിന്നീട് ഫിക്സ് ചെയ്യാം. പിന്നെ ഒരു ഹാഫ് ബ്രോക്കൺ ഒരു വീറ്റ് ഫാം ഉണ്ട് ഗൈസ്. ഞാൻ നല്ല സക്സസ് ആവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്, പക്ഷെ ഇത് വർക്കായില്ല. ഇത് മാത്രമേ നമ്മൾ ഫുഡ് സോഴ്സ് ആയി കാണാന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അത് നടക്കൂല. അപ്പോൾ ആ വെള്ളം നമുക്ക് തിരിച്ചുവിടാം. ഓക്കെ, അങ്ങനെ പോയിക്കോട്ടെ. പിന്നെ ഗൈസ് നമ്മളോട് ഒരു ട്രീ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സെമി ഓട്ടോമാറ്റിക് ട്രീ ഫാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു കൗ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫുഡിന്റെ യൂസിന് വേണ്ടിയിട്ട്. പിന്നെന്താ ഗൈസ്, നമ്മളിനി ഇവിടെ കുറെ ബിൽഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു വലിയ ഗോൾഡ് ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് നെതർ ബിൽഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാമുകൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു വില്ലേജ് കൊണ്ടുവരുന്നതാണ് നമ്മളെ ആഗ്രഹം. അത് നമ്മളെ എത്രത്തോളം സാധ്യമാവുമെന്ന് അറിയില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റണത്ര നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അതൊക്കെയാണ് ഇവിടുത്തെ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.